ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇപ്രകാരം നമുക്ക് വായിക്കാൻ കഴിയും. സ്തോത്രം. അങ്ങനെ യേശു പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. അങ്ങനെ യേശു പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. യേശു പടകിലിരുന്നു, യേശു പുരുഷാരത്തെ ഉപദേശിച്ചു. അത് നമുക്ക് അക്ഷരികമായി നാം പറയുമ്പോൾ യേശു ഒരു സാധാരണ ഒരു പടകിൽ കയറിയിരിക്കുന്നു, പുരുഷാരത്തെ ഉപദേശിക്കുന്നു. എന്നാൽ അത് ആത്മീയമായി നാം ചിന്തിക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും നമ്മുടെ ജീവിതമാകുന്ന പടക്, നമ്മുടെ ഓരോരുത്തരെയും ജീവിതം ഒരു പടകിന് തുല്യമാണ്. ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെ തുഴഞ്ഞ് കാറ്റുകളും കോളുകളും തിരമാലകളെയും ഭേദിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതമാണ് നമ്മുടെ ജീവിതം. ചിലപ്പോൾ ചിലർ ഈ ജീവിതപ്പടകിൽ മുന്നോട്ട് പോകുമ്പോൾ ചിലർ ഈ കാറ്റിൽപ്പെട്ട് ഉഴന്നു പോകും, ചിലർ തിരമാലയിൽപ്പെട്ട് താണുപോകും. എന്നാൽ ചിലർ ഈ തിരമാലകളെയും കാറ്റിനെയും കടലിനെയും അവഗണിച്ചുകൊണ്ട് പ്രതിസന്ധികളെ അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് ഓടും. നമ്മുടെ ജീവിതം ഒരു പടകിന് തുല്യമാണ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതപ്പടകിൽ യേശുക്രിസ്തു കടന്നു വരിക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവിന് സ്തോത്രം. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, അതിൽ പരം സൗഭാഗ്യം മറ്റെന്തുണ്ട്? അതിൽ പരം ഭാഗ്യം മറ്റെന്തുണ്ട്? അതിൽ പരം ശ്രേഷ്ഠത മറ്റെന്തുണ്ട്? ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സന്തോഷമായിരിക്കും. എന്തിന് കേരള മുഖ്യമന്ത്രി വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു അഭിമാനമായിരിക്കും. ഏതെങ്കിലും മന്ത്രിമാരോ MLA-മാരോ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ പോലും അതിനുമുണ്ട് ഒരു പ്രാധാന്യം. എന്നാൽ ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അമേരിക്കൻ പ്രസിഡന്റോ ഒന്നും അല്ല. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം മകനെ നിന്റെ കുടുംബത്തിൽ മാത്രമല്ല, നിന്റെ ഹൃദയത്തിൽ, നിന്റെ ജീവിതപ്പടകിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഈ പടകിൽ വന്നാൽ, യേശു പടകിൽ വന്നാൽ, യേശു അവിടെ മൗനമായിരിക്കുകയില്ല. യേശു പ്രവർത്തിക്കും, യേശു സംസാരിക്കും. യേശു ആ പടകിലിരുന്നു കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യും. ഇന്ന് ഈ തലമുറയിൽ കർത്താവിന് പടകുകൾ വേണം. അന്ന് യേശുക്രിസ്തു ശീമോൻ്റെ പടകിലേക്ക് കാലെടുത്ത് വെച്ചു. അന്ന് ശീമോൻ തൻ്റെ പടക് യേശുവിന് വിട്ടുകൊടുത്തു. മകനെ, ഈ തലമുറയിൽ ജീവിക്കുന്ന യവനക്കാര, പ്രിയ സഹോദരി, മാന്യ സഹോദര, പ്രിയ കുഞ്ഞെ, പ്രിയ വാർദ്ധക്യത്തിലെത്തിയ മാതാവേ, പിതാവേ, ജീവനുള്ള ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതമാകുന്ന പടക് ആവശ്യമുണ്ട്. യേശു മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ ജീവിത പടക് വിട്ടുതരാമോ? നിങ്ങൾ യേശുവെ ഈ ജീവിതം അങ്ങേക്ക് വിട്ടുതരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത പടകിൽ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ വന്ന് കാലെടുത്ത് വയ്ക്കും. യേശുവിൻ്റെ പാദസ്പർശമേറ്റാൽ ആ പടക് ധന്യമായി തീരും. ആ മീനില്ലാത്ത പടകിൽ വല കീറാറാകുവോളം മീൻ നിറയും. ഹല്ലേലൂയ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ജീവിതപ്പടകിൽ എല്ലാം സമൃദ്ധിയായി കിട്ടും. നിരാശയുള്ള പടകിൽ ഒന്നും കിട്ടിയില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടിരിക്കുന്ന പടകിൽ വലിയ പ്രത്യാശ ഉളവാകും. ഞാൻ 100 കാര്യങ്ങൾ പറയാൻ എൻ്റെ മനസ്സിൽ തിക്കിത്തിരക്കി വരുന്നു. ഞാൻ അതെല്ലാം ചുരുക്കിക്കൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട വചനഭാഗത്തേക്ക് തിരിയട്ടെ. അങ്ങനെ യേശു ശീമോനുള്ളതായ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സ്തോത്രം. നമ്മുടെ പടകിൽ യേശു വന്നാൽ യേശു നമ്മിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കും. നമ്മിൽ നിന്നുകൊണ്ട് ജനത്തെ സൗഖ്യമാക്കും. നമ്മിൽ നിന്നുകൊണ്ട് ജനത്തിന് ചില ബന്ധനങ്ങൾ അഴിക്കും. നമ്മിൽ നിന്നുകൊണ്ട് കർത്താവ് ചില വീര്യപ്രവൃത്തികൾ നടത്തും. നമ്മിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ജ്ഞാനത്തിൻ്റെ വചനവും പരിജ്ഞാനത്തിൻ്റെ വചനവും ഹല്ലേലൂയ കർത്താവ് ജനത്തിൻ്റെ മധ്യത്തിൽ വാരി വിതറും. നമ്മിൽ നിന്നുകൊണ്ട് ജനത്തിന് വേണ്ട പ്രവചനങ്ങൾ കൊടുക്കും. ഈ ജീവിതപ്പടകിൽ ക്രിസ്തു കയറി നിന്ന് കഴിയുമ്പോൾ നമ്മിലൂടെ ചില സ്വർഗീയ ദർശനങ്ങൾ, സ്വർഗീയ അരുളപ്പാടുകൾ, സ്വർഗീയ ആലോചനകൾ കർത്താവ് പാവപ്പെട്ട ജനത്തിന് പകർന്നു കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിൽ ജീവനുള്ള ക്രിസ്തുവിന് ജനത്തോട് ഇടപെടുവാൻ മകനെ നിന്നെ കർത്താവ് ആഗ്രഹിക്കുന്നു.
മകനെ നിന്റെ കർത്താവ് മാടി വിളിക്കുന്നു. പ്രിയ മകളെ, നീ പിന്നോട്ട് പോകല്ലേ, എനിക്ക് കഴിവില്ല, എനിക്ക് പോരായ്മയുണ്ട് എന്ന് പറഞ്ഞ് അടുക്കളയുടെ 4 ചുവരിൽ മകളെ നിന്റെ ജീവിതം തള്ളിക്കളയല്ലേ. നിന്നെക്കുറിച്ച് കർത്താവിന് വലിയ പദ്ധതിയുണ്ട്. യൗവനക്കാര, നീ കൂട്ടുകൂടി മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായി പോകാൻ അല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട് ദൈവത്തിന്, നിന്നെക്കുറിച്ച് വലിയ പ്ലാനുണ്ട് ജീവനുള്ള ക്രിസ്തുവിന്. ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് ഉണ്ടൊരു സ്വപ്നം കർത്താവിന്. മകനെ, നിനക്ക് നിന്നെക്കുറിച്ച് സ്വപ്നമില്ലായിരിക്കാം. മകളെ, നിനക്ക് നിന്നെക്കുറിച്ച് തന്നെ ഒരു നല്ല സ്വപ്നമില്ലായിരിക്കാം. എന്നാൽ നിങ്ങളെക്കുറിച്ച് വലിയ സ്വപ്നമുണ്ട് അത്യുന്നതനായ ദൈവത്തിന്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ജീവിതം കൊടുക്കൂ യേശുവിൻ്റെ കരങ്ങളിലേക്ക്. കർത്താവിന് സ്തോത്രം. ജീവിതപ്പടക് വിട്ടുകൊടുക്കുക. കർത്താവ് പടകിൽ ഇരുന്നു, കർത്താവ് പടകിൽ നിന്നു. കർത്താവിന് സ്തോത്രം. ആ പടകിൽ യേശു ഇരുന്നു എന്ന്. നിന്ന യേശു ഇരുന്നു. കർത്താവിന് അതങ്ങനെയാണ്. യേശു ഒരു ജീവിതത്തിൽ കാലെടുത്ത് വെച്ച് വന്നാൽ യേശു അവിടെ നിൽക്കുന്നു, പിന്നെ ഇരിക്കുന്നു, യേശു പിന്നെ അവിടെ താമസിക്കുന്നു. യേശു പിന്നെ ആ കുടുംബത്തിൻ്റെ കാര്യം അങ്ങ് ഏറ്റെടുക്കുന്നു. അതിഥിയായി വന്നവൻ ആതിഥേയനായി തീരുന്ന ചരിത്രമാണ് ക്രിസ്തുവിൻ്റെ ചരിത്രം. കർത്താവിന് സ്തോത്രം. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനല്ല, നിങ്ങൾക്ക് തരാനാണ് ക്രിസ്തു വരുന്നത്. നിങ്ങളുടെ എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ വാങ്ങിച്ച് തൃപ്തനായി പോകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ യേശു വാങ്ങും. എന്നിട്ടുണ്ടല്ലോ 100 മടങ്ങായി 1000 മടങ്ങായി കർത്താവ് അങ്ങ് തിരികെ തരും. അത് കാണുന്നത് കർത്താവിനൊരു കൗതുകമാണ്. ആ ബാലകൻ 5 അപ്പം കൊടുത്തപ്പോൾ, കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അവൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടാകാം. ആ കുഞ്ഞിനെ കർത്താവ് കൗതുകത്തോടെ നോക്കിക്കാണും. കൗതുകത്തോടെ കർത്താവ് നോക്കിക്കാണും. എൻ്റെ കരങ്ങളിൽ ഇവൻ ഉള്ളത് തന്നല്ലോ. കർത്താവിൻ്റെ ഉള്ളിൽ നിറഞ്ഞു. കർത്താവ് മേലോട്ട് നോക്കി ആ അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്തു. പന്തിയായി ജനത്തോട് ഇരിക്കാൻ കൽപ്പിച്ചു. കർത്താവ് എല്ലാവർക്കും കൊടുത്തു. തിന്ന് തൃപ്തിയായി. അതുവരെ എല്ലാവർക്കും തൃപ്തിയായ ഒരു ഭക്ഷണം കഴിക്കാൻ അവർക്ക് കിട്ടിയിട്ടുണ്ടോ അറിയില്ല. വിഭിന്നങ്ങളായ ഒരു പുരുഷാരമല്ലേ അവര്, വ്യത്യസ്ത നിലവാരത്തിൽ ജീവിക്കുന്നവരല്ലേ. ചിലപ്പോൾ പാവപ്പെട്ടവർ കാണും, ചില നേരം ഭക്ഷണം കഴിക്കാത്തവർ കാണും. അങ്ങനെ പാവപ്പെട്ട ജനം അന്ന് തിന്ന് തൃപ്തിയായി. അതേ നമ്മുടെ ഇത് കർത്താവിന് കൊടുത്താൽ ഒരു ഇച്ചിരി ഉള്ളോ, കൊടുത്തോ. മോനെ, നിനക്ക് കഴിവില്ലെന്നാണോ നിനക്ക് തോന്നുന്നത്? കൊടുക്ക്. നിനക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയില്ല, കൊടുത്തോ. അത് നിനക്ക് ഹിന്ദി അറിയില്ല, തമിഴും അറിയില്ല, മലയാളത്തിൽ പോലും സംസാരിക്കാൻ അറിയില്ല, അല്ലേ, മാതൃഭാഷയിൽ പോലും സംസാരിക്കാൻ അറിയില്ല, സാരമില്ല മോനെ, കൊടുക്ക്. 1ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലേ, കൊടുക്ക്. ഞങ്ങളുടെ അമ്മയ്ക്ക്, എൻ്റെ അമ്മയ്ക്ക് 1ാം ക്ലാസ് പാസ്സാകാത്തയാളാണ്. 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പനും മരിച്ചു. 8ാമത്തെ വയസ്സിൽ അമ്മയും മരിച്ചു. അങ്ങനെ അനാഥയായി തീർന്ന എൻ്റെ അമ്മ ജീവിതം കർത്താവിന് കൊടുത്തു. സുന്ദരമായി വേദപുസ്തകം വായിക്കും. എത്രയോ പ്രാവശ്യം, ചിലപ്പോൾ 100 കണക്കിന് പ്രാവശ്യം വായിച്ചു തീർത്തിട്ടുണ്ടാകാം. സ്തോത്രം. അനേക വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ ഇച്ചിരി കൊടുക്കുക, ഈ പടക് കൊടുക്കുക. ആ പടകിലിരുന്ന് വലിയ പുരുഷാരത്തോട് ദൈവം ഇടപെടും. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളോട് ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ദൂതുകൾ അറിയിക്കുന്ന ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. മകനെ, എന്നിട്ട് ജീവിത യേശുവിന് കൊടുത്താൽ 1000കണക്കിന് ജനത്തോട് നിന്നിൽ ഇരുന്നുകൊണ്ട് കർത്താവ് സംസാരിക്കും. പ്രിയ മകനെ, എന്നിട്ട് ജീവിത യേശുവിന് കൊടുത്താൽ അനേകായിരം രോഗികളെ കർത്താവ് സൗഖ്യമാക്കും. പ്രിയ മകളെ, എന്നിട്ട് ജീവിതം കർത്താവിന് കൊടുത്താൽ നിന്നിൽ ഇറങ്ങി നിന്നുകൊണ്ട് അനേകരെ കർത്താവ് സന്ദർശിക്കും. അനേകരും നിത്യജീവന്റെ ഓഹരിക്കാരാക്കും. നാം നമ്മുടെ ജീവിതം യേശുവിന് കൊടുക്കുക, യേശുവിന് വിട്ടുകൊടുക്കുക. യേശുവിന് സ്വാതന്ത്ര്യത്തോടെ നമ്മിൽ വന്ന് വാഴുവാൻ, നമ്മെ നയിക്കുവാൻ, നമ്മെ നിയന്ത്രിക്കുവാൻ, നമ്മെ ഭരിക്കുവാൻ, നമ്മെ നടത്തുവാൻ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയിൽ ഞങ്ങൾ എപ്പോഴും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. ഒന്നും സ്വയമായി പിടിക്കരുത്. ഞങ്ങൾ ഓരോ ശുശ്രൂഷ നടത്തുമ്പോഴും അത് ഞങ്ങൾ തന്നെത്താൻ ആരെങ്കിലും ഒരാൾ പ്രോഗ്രാം ചാർട്ട് ചെയ്ത് അങ്ങനെ ഇടുകയല്ല. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ആര് പ്രാർത്ഥിക്കണം, ആര് പ്രസംഗിക്കണം, ആര് സാക്ഷ്യം പറയണം, എത്ര സമയം വർഷിപ്പ് ചെയ്യണം, ആര് പാടണം, എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ആലോചനകൾ ചെയ്യുവാൻ ഞങ്ങൾ എളിമയോടെ കാത്തിരിക്കുന്നു, താണിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. വർഷിപ്പിന് വേണ്ടി പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ദൈവമക്കൾ പ്രാർത്ഥനയോടെ ഇരുന്നതിന് ശേഷം പാട്ടുകൾ സെലക്ട് ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, ഇതൊരു ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ഇത് നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷയല്ല, ദൈവവേല ക്രിസ്തു നമ്മിലൂടെ ചെയ്യേണ്ട വേലയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ദൈവവേല ചെയ്യാൻ ഉത്സാഹിക്കുന്ന ഉത്സാഹം വേണം. പക്ഷെ നമ്മളാൽ ചെയ്യുന്ന വേലയല്ല ക്രിസ്തീയ ജീവിതത്തിലെ ക്രിസ്തീയ വേല.
നമ്മളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി, നമ്മളിൽ ജീവനുള്ള ക്രിസ്തു ഇറങ്ങിയിട്ട് ക്രിസ്തു ചെയ്യുന്ന വേലയാണ്. നമ്മെ മുന്നിൽ നിർത്തും, ചെയ്യുന്നത് മുഴുവൻ പിറകിൽ. റോബോട്ടിന് കണ്ടിട്ടുണ്ടോ? റോബോട്ടിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യൻ റോബോട്ടിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇതുപോലെ നമ്മിൽ നമ്മുടെ സൃഷ്ടാവും നമ്മുടെ ഉടയവനും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു നമ്മിലിറങ്ങി വന്ന് വസിച്ച് നമ്മിലൂടെ തൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. അതാണ് കർത്താവിൻ്റെ വേല, അതാണ് ഫലവത്തായ വേല. സ്വയത്തിൽ ആശ്രയിച്ചും സ്വന്തം വഴികളിലൂടെ നടന്നും സ്വന്തം പ്ലാനുകളും മാത്രം ചെയ്ത് മുന്നോട്ട് പോയാൽ മകനെ ഫലവത്താകുകയില്ല. ആള് ചിലപ്പോൾ ഒന്നിരിക്കും അല്ലേ? ആളുകളുടെ വലിപ്പത്തിൻ്റെ കൂട്ടമല്ല പ്രിയരെ. വരുന്ന ആളുകൾ എത്ര പേർ രക്ഷിക്കപ്പെടുന്നു, എത്ര പേർ സമാധാനം അനുഭവിക്കുന്നു, എത്ര പേർ നിത്യജീവന്റെ ഓഹരിക്കാരാകുന്നു, എത്ര പേരുടെ സ്വഭാവം മാറുന്നു, എത്ര പേർ വിശുദ്ധിക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു, എത്ര പേർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ദാഹിക്കുന്നു. ഇതൊക്കെയാണ് ആത്മീയ ജീവിതത്തിന്റെ അളവുപോലെ, ആളുകളുടെ എണ്ണമല്ല. 10,000 പേര് വന്നിട്ട് ഒരാൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മകനെ ആളുകൾ വന്നിട്ട് എന്ത് ഗുണം? 10 പേര് വന്ന് 2 പേര് മാനസാന്തരപ്പെട്ടാൽ അവിടെയാണ് സ്വർഗം സന്തോഷിക്കുന്നത്. ഞങ്ങൾ പീസ് മൗണ്ട് മിനിസ്ട്രിയിൽ അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ആളുകളുടെ വലിപ്പമൊന്നും അല്ലപ്പാ. കർത്താവെ, മാനസാന്തരം നടക്കണം. ജനം നിത്യജീവന്റെ ഓഹരിക്കാരാകണം. ജനം യേശുവിനെ മുറുകെ പിടിക്കണം, യേശുവിനെ അനുഗമിക്കണം, യേശുവിൽ ആശ്രയിക്കണം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഈ ഭൂമിയിലെ മനുഷ്യരിൽ ആരിലും ആശ്രയിക്കാതെ, ഒരു ദൈവദാസനിലോ ഒരു പ്രവാചകനിലോ ഒരു അഭിഷിക്തനിലോ ആശ്രയിക്കാതെ, വലിയ അഭിഷിക്തനായി യേശുവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണം. അതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. പ്രിയരെ, നിങ്ങൾ എന്തു പറയുന്നു? ഈ നല്ല ഇടയനായ, ശ്രേഷ്ഠ ഇടയനായ, വലിയ ഇടയനായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കാമോ? ജീവിതപ്പടക് വിട്ടുകൊടുത്താൽ യേശു നിങ്ങളിൽ നിന്നുകൊണ്ട് ഈ തലമുറയിൽ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളും പ്രാർത്ഥിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.